ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് വാഴ്ത്തപ്പെട്ട മാറ്റ് ഡാൽബോത്തിനെ കുറിച്ചാണ്. ഈ മഹാനെ പറ്റി പറയുവാണെങ്കിൽ 12 വയസ്സിൽ വീഞ്ഞശാലയിൽ ജോലിക്ക് കയറി 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെ മദ്യപിച്ച് തികഞ്ഞ മദ്യപാനിയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ. അയർലൻഡിലാണ് ജനിച്ചത്. 12 വയസ്സ് വരെ മറ്റു പല കാരണങ്ങളാലും കുടുംബത്തിലെ ബാധ്യതകളും പഠിക്കാനുള്ള കഴിവ് അത്ര പോരാഞ്ഞിട്ട് പുള്ളി പഠനമൊക്കെ നിർത്തി വീഞ്ഞശാലയിൽ കയറിയതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ടേസ്റ്റ് കിട്ടിയത്? മക്കളെ, പലപ്പോഴും നമ്മളെ തന്നെ ഒരുക്കിയെടുക്കുന്നതിൻ്റെ പിന്നിൽ, അതായത് വിശുദ്ധനാകണോ, കള്ളനാകണോ, കൊള്ളക്കാരനാകണോ, പാപിയാകണോ, അതിൻ്റെ പിന്നിൽ നമ്മുടെ സംസർഗം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കൂട്ട്, നമ്മുടെ ഇടപെടൽ. അപ്പോൾ ഇവനെ ഈ മദ്യപാനത്തിലേക്ക് നയിക്കാൻ കാരണം ഇവനൊന്നാതെ ഇവന്റെ തൊഴില് വീഞ്ഞശാലയിലാണല്ലോ. വീഞ്ഞ് വിൽക്കണ്ട, മറിച്ച് ഇവിടെ വരുന്ന കത്തുകളൊക്കെ വായിച്ചു നോക്കി മേൽവിലാസം അനുസരിച്ച് ഉടമസ്ഥന് കൊടുക്കുക. അതാണ് പ്രധാന ജോലി. അപ്പൊ ക്രമേണ അവിടുത്തെ തൊഴിലാളികളുമായിട്ട് കൂട്ടുകൂടി മദ്യപിക്കാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര മദ്യപാനിയായി മാറി. അപ്പൊ നമ്മളും ശ്രദ്ധിക്കണം, നമ്മൾ ആരുടെയാണോ നമ്മുടെ സംസർഗം, നമ്മുടെ കൂട്ട്, അതിന്റെ സ്വഭാവം കാറ്റ് നമ്മളിലേക്കും അടിക്കാനുള്ള സാധ്യതയുണ്ട്. പുകയുടെ അടുത്ത് പോയി നിന്നാൽ പുകയുടെ സ്മെല്ല് നമുക്ക് കിട്ടും. കടൽ തീരത്ത് പോയി നിന്നാൽ ഉപ്പ് രസം നമുക്ക് കിട്ടും. ഇതുപോലെയാ സംസർഗം, ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വിശുദ്ധനെ പറ്റി പറയുകയാണെങ്കിൽ, അപ്പോൾ 15 വയസ്സ് മുതൽ കുടിക്കാൻ തുടങ്ങിയല്ലോ. അപ്പോൾ ഇവന്റെ ഒരു പ്രത്യേകത, കിട്ടുന്ന കാശെല്ലാം, അധ്വാനിക്കുന്ന കാശെല്ലാം കൊണ്ടുപോയി ബാർ ഉടമയ്ക്ക് കൊടുക്കും. ഓരോ ദിവസവും പോയി ആവശ്യാനുസരണം കുടിക്കും. അപ്പൊ ക്രമേണ മാസത്തിന്റെ അവസാനങ്ങളിലേക്ക് വരുമ്പോൾ കാശ് കാണില്ല. അപ്പൊ സ്വന്തം കോട്ടൂരി, ഷൂസൂരി പണയം വെച്ച് കുടിക്കും. അപ്പൊ ഇതായിരുന്നു മാറ്റിന്റെ പ്രത്യേകത. അപ്പൊ നമുക്കറിയാം, വീട്ടിലൊക്കെ എത്ര കാശ് കൊടുക്കും, കുടുംബത്തിൽ എത്ര മാത്രം ഉത്തരവാദിത്വം എടുക്കുമെന്ന് നമുക്കറിയാമല്ലോ, അല്ലെ? ഒന്നും കാണില്ല. അപ്പൊ ഈ സ്വഭാവം കാരണം അവന്റെ അപ്പൻ വഴക്ക് പറഞ്ഞു, അടി കൊടുത്തു, നിന്നെ കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് അതൊന്നും വർക്കൗട്ട് ആയില്ല. അവന്റെ അപ്പൻ ഈ ജോലി സ്ഥലത്ത് നിന്ന് മാറ്റി അപ്പൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുവന്നാക്കി. എന്നിട്ടും ഒരു മാറ്റമില്ല. അമ്മ ഉപദേശിക്കാൻ തുടങ്ങി, അനുരഞ്ജിപ്പിക്കാൻ ശ്രമിച്ചു, അതും നടന്നില്ല. മാറ്റിന്റെ ഒരു പ്രത്യേകത, നമ്മൾ സാധാരണ കാണുന്ന കുടിയന്മാരെ പോലെയല്ല, മദ്യപാനിയെ പോലെയല്ല. അവൻ എത്ര കുടിച്ചാലും ശാന്തത കൈവിടില്ല. നമ്മൾ തെറിവിളിക്കുക, അടിക്കുക, അതൊന്നുമില്ല. ശാന്തത കൈവിടില്ല. മാത്രമല്ല, എല്ലാ ദിവസവും ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലിയിട്ടേ ഉറങ്ങാറുള്ളൂ. കൊള്ളാം അല്ലേ? അപ്പോൾ എങ്ങനെയാ ഈ മാറ്റ് തിരിഞ്ഞ് ഒരു പുണ്യവാനിലേക്ക് മാറിയത്? അത് കാരണമുണ്ട്. ഇവിടെ പറഞ്ഞല്ലോ, മാറ്റിന്റെ കൂട്ടുകാരാണ് ആ ദുശീലത്തിലേക്ക് നയിച്ചത്. അതുപോലെ അവർ തന്നെ ഭാഗ്യത്തിന് കാരണമായി. എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം അവന് ശമ്പളം കിട്ടിയില്ല, ബാർ ഉടമയ്ക്ക് കാശ് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും മദ്യം കിട്ടില്ല. കൂട്ടുകാരോട് ചോദിച്ചു, കൂട്ടുകാരും കൊടുത്തില്ല. സാധാരണഗതിയിൽ മാറ്റിന്റെ ചെലവിലാണ് കൂട്ടുകാർ പലപ്പോഴും മദ്യപിക്കാറ്. പക്ഷെ ഇവന് ഒരാവശ്യം വന്നപ്പോൾ ആരും തിരിഞ്ഞു നോക്കിയില്ല, അതൊക്കെ കൊടുത്തില്ല. മാത്രമല്ല, കടം കൊടുക്കുക പോലും ചെയ്തില്ല. ഈ അവസ്ഥയിൽ അവന് ഭയങ്കര ദുഃഖമായി, അവഗണിക്കപ്പെട്ട ഫീലിംഗ് ആയി. അവൻ തിരിച്ച് തലയിൽ താഴ്ത്തി അമ്മയുടെ അടുത്ത് വരും. വീട്ടിൽ വന്ന് കഥ പറയുമ്പോൾ അമ്മ പറയും, എൻ്റെ മോൻ, അവൻ പറയുന്നത് ഞാൻ ഇനി കുടിക്കില്ല. അപ്പൊ ആ തീരുമാനത്തിലാണ് വരുന്നത്. ഉടനെ അമ്മ പറയും, എൻ്റെ കുട്ട, നീ വേഗം പള്ളിയിൽ പോയി ദൈവത്തിനോട് പറ, ഞാനും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ വിശുദ്ധൻ പള്ളിയിൽ പോകുന്നു. അവിടെ വെച്ചൊരു തീരുമാനമെടുക്കുന്നു. ഇനി 3 മാസം പള്ളിയിൽ വരും, വിശുദ്ധ കുർബാന സ്വീകരിക്കും, കുമ്പസാരിക്കും. ഇത് അവനെ മാറ്റി. അവനെ ഒരു യൂട്ടേൺ എടുക്കാൻ സഹായിച്ചു, ദൈവം ഇടപെട്ടു. അങ്ങനെ ഇന്ന് മദ്യപാനികളുടെ വിശുദ്ധൻ, അതായത് മദ്യപാനം, സബ്സ്റ്റൻസ് അബ്യൂസ്, അങ്ങനെ തിന്മ പ്രവൃത്തികളിലൊക്കെ അടിപ്പെട്ടവര് നമുക്ക് ഈ പുണ്യവാന്റെ മാറ്റ് ഡാൽബോത്തിന്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. മാറ്റ് നമ്മളെ 3 കാര്യം പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയാവോ? ഒന്ന്, മാറ്റിനോട് അവന്റെ സ്നേഹിതൻ ചോദിക്കും, മാറ്റ്, നീ എന്താ ദൈവത്തോട് പ്രാർത്ഥിക്കാറ്? മാറ്റ് പറയും, എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കും. കാരണം മനുഷ്യന്മാർ എന്തൊക്കെ നേടിയാലും പ്രാർത്ഥനയില്ലെങ്കിൽ അതൊക്കെ നഷ്ടപ്പെട്ട് മനസമാധാനവും അസ്വസ്ഥതയും വരാനുള്ള സാധ്യത ഏറെയാണ്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അവൻ വീണ്ടും ചേർത്ത് പിടിക്കും. സന്തോഷവും സമാധാനവും ആ വ്യക്തിക്കുണ്ടാകും. കറക്റ്റ് അല്ലേ? 2, മാറ്റ് പഠിപ്പിക്കുന്നത്, മദ്യപാനോ മറ്റെന്തെങ്കിലും തിന്മയുടെ ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
കാവൽ മാലാഖയോട് പ്രാർത്ഥിക്കണം. മാലാഖ നമ്മളെ സഹായിക്കും, നമ്മളെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കും. ഓക്കെ. 3, മാറ്റ് പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം, മാറ്റിൻ്റെ പ്രാർത്ഥനയിൽ ചൊല്ലുമായിരുന്നു, ദൈവമേ അങ്ങേക്കിഷ്ടമില്ലാത്ത എന്നിലുള്ളതെല്ലാം പരിപൂർണമായി നശിപ്പിക്കണമേ. ഓക്കെ. അങ്ങേക്കിഷ്ടമില്ലാത്ത എന്തൊക്കെ എന്നിലുണ്ടോ അതൊക്കെ പരിപൂർണമായി നശിപ്പിക്കണമേ. നല്ല പ്രാർത്ഥനയല്ലേ? അപ്പോൾ ഇതാണ് മാറ്റിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. ഈ കുഞ്ഞു വിശുദ്ധനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്ക് എന്തൊക്കെ പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ടെങ്കിലും നോ മാറ്റർ, കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ പറയില്ലേ, ഈശോയുടെ രക്തത്തിൽ മുക്കിയെടുത്തവരെല്ലാം വെളുപ്പായി മാറി. കാരണം രക്തത്തിൽ മുക്കിയ ആ രക്തത്തിൻ്റെ കളറ് സ്റ്റെയിന് വരണം, പക്ഷേ ഈശോയിൽ മുക്കിയെടുത്തവരൊക്കെ വെണ്മയുള്ളവരായി മാറി എന്ന് പറയുന്നത് പോലെ, നമുക്ക് എത്ര ബാഡ് ഹിസ്റ്ററി ഉണ്ടെങ്കിലും ചരിത്രം ഉണ്ടെങ്കിലും നോ ഇഷ്യൂ, നീ കർത്താവിൻ്റെ അടുത്ത് വാ, ഡെയിലി കുർബാനയ്ക്ക് പങ്കെടുക്ക്, കുമ്പസാരിക്ക്, തീർച്ചയായിട്ടും നമുക്ക് മാറ്റിനെ പോലെ ഒരു പരിപൂർണ മാറ്റം ഉണ്ടാകും. അങ്ങനെ നമുക്ക് വിശുദ്ധരാകാം. ഈശോ അനുഗ്രഹിക്കട്ടെ.